അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വാഴാനി പീച്ചി ടൂറിസം ഇടനാഴിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തെക്കുംകര പഞ്ചായത്തിലെ പുന്നംപറമ്പിലൂടെ നിർമ്മിച്ചു വരുന്ന റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായ കാന നിർമ്മാണം വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. തെക്കുംകര പഞ്ചായത്തിൽ പുന്നംപറമ്പിലൂടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന വാഴാനി പീച്ചി ടൂറിസം ഇടനാഴിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു വരുന്ന റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായ കാന നിർമ്മാണം പുന്നംപറമ്പ് തോട് മുതൽ മച്ചാട് സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലുമുള്ള കോൺക്രീറ്റ് കാന നിർമ്മാണത്തിന്റെ അപാകതയാണ് വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയേറുന്നത്. മഴക്കാലമായാൽ വീടുകളിൽ അന്തിയുറങ്ങുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അമിതമായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിക്കുന്ന കാനകളിലൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും സ്ഥാപിച്ചതിനാൽ വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് റോഡിലും പാടശേഖരങ്ങളിലും വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയേറുമെന്നും നാശനഷ്ടങ്ങൾ വിതയ്ക്കുമെന്നും പറയുന്നു. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ വാഴാനി ഡാം തുറന്നുവിടേണ്ട അടിയന്തര ഘട്ടമുണ്ടായാൽ താഴ്വാര പ്രദേശങ്ങളായ മണ്ണിത്തറ, കെറ്റി പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നെൽവയലുകൾ വെള്ളക്കെട്ടിലമരും. കൂടാതെ കരുമത്ര തോടിനോട് ചേർന്ന് വസിക്കുന്നവർക്ക് മറ്റൊരിടം തേടേണ്ട അവസ്ഥയും തള്ളിക്കളയാനാകില്ല. നിജസ്ഥിതി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു പ്രതിവിധിയും ഉണ്ടായിട്ടില്ല എന്ന് പഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറയുന്നു. വാഴാനി പീച്ചി ടൂറിസം ഇടനാഴി എന്ന പേരിൽ വളരെ വലിയ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയാണ് അതിൻ്റെ നിർമ്മാണ ചുമതലയും മറ്റുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് വികസനം എല്ലാവർക്കും ആവശ്യം തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അതിൻ്റെ സമീപത്ത് താമസിക്കുന്ന, റോഡിനോട് ചേർന്ന് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്ന് വലിയ ആശങ്കയിലാണ്. കാരണം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തന്നെ ഇവിടെ ആകെ വാഴാനിൽ നിന്നുള്ള അധിക വെള്ളം വന്നും വീടുകളുടെ അടുക്കള വഴിക്കാണ് കടന്നു പോയിരുന്നത്. അന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൊട്ടയിലും അതുപോലെ തന്നെ സ്ട്രെച്ചറിലൊക്കെയാണ് ഇവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചത്. ആംബുലൻസൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ മാറ്റി പാർപ്പിച്ചത്. ഇന്നിപ്പോൾ ഈ റോഡ് പണിയ സമയത്ത് അധിക വെള്ളം വരാൻ ഉള്ള കാന എന്ന പേരിൽ ആ വരുന്ന കാന ഇപ്പോൾ നിലക്കുന്ന വീടുകളുടെയും തറയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളുടെ മുൻവശം മുതൽ പിൻവശം അങ്ങ് അറ്റം വരെ വാഴാനി പേറ്റിപ്പാടം മള്ളത്ര വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ചെക്ക് ഡാം പോലെ നിൽക്കുന്ന അവസ്ഥ വരും. പിന്നെ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയും മാറും. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവും. ഇതിന് നിരവധി തവണ കിഫ്ബിയുമായി അവിടുത്തെ സൂപ്രണ്ടും പലരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അവർ വരാൻ നോക്കാമെന്ന് പറയുകയല്ലാതെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാനയ്ക്കുള്ളിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറും. ഇത് കോടതിയിൽ പോയാൽ ഇതിപ്പോൾ തൽക്കാലം നടക്കുന്ന കാര്യമല്ല. ഇത് ശാസ്ത്രീയപരമായിട്ട് അവർ വന്ന് കണ്ട് ഇതിനെ എങ്ങനെ വെള്ളം ഒഴിവാക്കി വിടാം. കാരണം ഇതിന് പിൻഭാഗത്ത് കരുമത്ര തോടാണ്. ആ തോടൊഴിഞ്ഞ് നിറഞ്ഞ് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അതിലും വലിയ ഗുരുതരമായ അവസ്ഥയാണ്. വാഴാനി ഏത് സമയത്ത് നിറയാവുന്ന അവസ്ഥ മഴക്കാലത്ത് ഉണ്ടാകുന്നുണ്ട്. മറ്റു മലവെള്ളം മുഴുവൻ വന്നു ചേരുന്ന ഒരു മേഖലയാണ് പുന്നംപറമ്പിൻ്റെയും കരിമത്രയ്ക്കും ഇടയിലുള്ള പാടശേഖരം. VCV ന്യൂസ്, തെക്കുംകര. You are watching VCV News.